ഹായ് എവ്രി വൺ, എൻ്റെ പേര് സുമി ലിജീഷ്. ഞാൻ ബോട്ടണിയുടെ ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ എഡ് ഫ്യൂച്ചറിൻ്റെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. അപ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാലോ നമ്മുടെ എൻട്രൻസും നോർമൽ +1 +2 ക്ലാസ്സസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബോട്ടണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് തിയറിറ്റിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിലും അത് എൻട്രൻസ് മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ എന്താണ് ആൻസർ വരിക, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എത്തിച്ചേരേണ്ടത്, ഈവൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വരെ 4 ഓപ്ഷനും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊക്കെ തോന്നിയേക്കാം അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത സെക്ഷനല്ലേ? അതൊക്കെ സോൾവ് ചെയ്യാൻ ടീച്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ മക്കളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ടീച്ചർ എന്താണ് എഡ് ഫ്യൂച്ചർ സെലക്ട് ചെയ്യാൻ കാരണമെന്ന് അല്ലേ? ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഫോർഡബിൾ നിരക്കിൽ എല്ലാ മക്കൾക്കും തുല്യ പ്രാധാന്യം നൽകി പഠിപ്പിക്കാൻ കഴിയുക. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 മുതൽ 30 വർഷത്തെ വരെ അനുഭവ പരിചയമുള്ള ടീച്ചേഴ്സാണ്. അവരുടെ കൂടെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ? പിന്നെ ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും കേട്ടോ, നിങ്ങളുടെ ക്ലാസ്സിൽ വന്നാൽ ഏത് ടോപ്പിക്കാണോ നമ്മൾ ചെയ്യുന്നത് ആ ടോപ്പിക്ക് ആ ദിവസം തന്നെ നമ്മൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. പിന്നെ വെരി നെക്സ്റ്റ് ഡേ അതിൻ്റെ ലെവൽ 1, 2, 3 പല ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. കോൺസെപ്റ്റ്സൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരും. അപ്പോൾ വരില്ലേ, നമുക്ക് ഒരുമിച്ച് എഡ് ഫ്യൂച്ചറിൻ്റെ ക്ലാസ് റൂമിൽ വെച്ച് കാണാമെന്നാ. ഓക്കെ, താങ്ക് യു.